എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അദാനി പവർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അദാനി പവർ എന്ന പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം? അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. അതുകൂടാതെ ചാർട്ട് പാറ്റേണും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാതും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമുക്കിപ്പോൾ കാണാം, ജെഫ്രീസ് ബെറ്റ് അദാനി എൻ്റർപ്രൈസ് ന്യൂ ബിസിനസ് ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അദാനിയെ കുറിച്ച്. അപ്പോൾ ജെഫ്രി എന്ന് പറയുന്ന ഒരു ബ്രോക്കറേഴ്സ് ജെഫ്രി എന്ന് പറയുന്ന ഒരു ബ്രോക്കർ അദാനിക്ക് ഏകദേശം ബൈ റേറ്റിംഗ് 3800 രൂപ ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിരുന്നു. അത് ടാർഗറ്റ് 3800 വരെ പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറേ കാരണങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞിടാം. അപ്പോൾ അതുകൂടാതെ മറ്റൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജെഫ്രി പറഞ്ഞ ഒരു അദാനിയുടെ ടാർഗറ്റ് പറഞ്ഞ ഒരു ന്യൂസ് ഇവിടെ കാണുന്നത് നമ്മൾ. അതുകൂടാണ്ട് മറ്റൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശം നമുക്ക് നോക്കിയാൽ അറിയാം, അദാനി ഷെയർസ് എല്ലാം ഉയർന്നുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റും. കുതിച്ചു അദാനി ഓഹരി. അദാനിയുടെ ഒട്ടുമിക്ക ഓഹരികളും ഇന്ന് നല്ല രീതിയിൽ കുതിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട്, ACC ഒഴികെയുള്ള അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് മികച്ച നേട്ടത്തിലേറി. അദാനി എനർജി സൊല്യൂഷൻ 8.6% കുതിച്ചു. അദാനി ടോട്ടൽ ഗ്യാസ് 5%. അദാനി ഗ്രൂപ്പിൻ്റെ വിദേശ കടബാധ്യത കുറഞ്ഞത്. പുതിയ മൂലധന സമാഹരണ നീക്കങ്ങൾ. പിന്നെ ഊബറുമായി ചേർന്ന് ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് ചൂടുവയ്ക്കാൻ നീക്കം. എയർപോർട്ട് മാനേജ്മെൻറ്റ് ബിസിനസ് രംഗത്ത് വിദേശത്തും കടുത്തൊരു ശ്രമങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദാനി ഉഷാറാക്കുന്നുണ്ട്. അപ്പോൾ ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൗതം അദാനി $100 ബില്യൺ ആസ്തിയുള്ള ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ ഉയർന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് അദാനിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദാനി നല്ല രീതിയിൽ കയറി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്ത വന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കും പോവാം നമുക്ക്. അപ്പോൾ നമ്മൾ രണ്ട് വാർത്തകൾ, അതായത് അദാനിയുടെ കുറിച്ചുള്ള രണ്ട് വാർത്തകൾ. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആസ് ഇന്ത്യ എക്സ്പാൻസ് ഇറ്റ്സ് ന്യൂക്ലിയർ കപ്പാസിറ്റി, റിലയൻസ് പവർ, ടാറ്റ പവർ, അദാനി പവർ, വേദാന്ത ആർ ദ ഫോർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിവിറ്റി എക്സ്പാൻഡ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ടു റെഡ്യൂസ് റിലയൻസ് ഫോസിൽ ഫ്യൂവൽസ്, എയിമിംഗ് ടു മീറ്റ് 50% ഇലക്ട്രിസിറ്റി നീഡ്സ് ഫ്രം റിന്യൂവബിൾ എനർജി 2030. അതായത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഇൻ എ വേൾഡ് ഓഫ് വെയർ പോപ്പുലേഷൻ ഇസ് ബൂമിങ്, റിലയൻസ് ടെക്നോളജീസ് എവർ ഗ്രോവിങ്, ഡിമാൻഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് നെവർ ബീൻ ഗ്രേറ്റർ. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്ക് നല്ല രീതിയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ജനസംഖ്യ നല്ല രീതിയിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ മൊബൈൽ ചാർജ് തൊട്ടിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂസാണ് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇവിടേക്ക് താഴേക്ക് പോകുന്തോറും നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കേണ്ട, എൻട്രി ഓഫ് പ്രൈവറ്റ് പ്ലെയേഴ്സ്. ഇവിടെയാണ് നമ്മൾ വാർത്തയുടെ പ്രാധാന്യം കൊടുക്കുന്നത്. ദ ഗവൺമെൻറ് is looking invited private firms to invest about $26 billion in the nuclear energy sector. The government is in talks with at least 5 private firms. 5 പ്രൈവറ്റ് കമ്പനികളുടെ ഗവൺമെൻറ് ക്ഷണിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡ് റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ, അദാനി പവർ, വേദാന്ത. അതായത് 44,000 കോടി വെച്ചിട്ട് ആണ് അവരെ ഓരോരുത്തരും അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരെ ആണ് ക്ഷണിച്ചിരിക്കുന്നത്. അതായത് എനർജി മാനുഫാക്ചറായിട്ട് പ്രൈവറ്റ് കമ്പനീസിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നു അദാനി പവറിൽ. ഈ 5 കമ്പനിയിൽ അദാനി പവർ പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അദാനി പവർ പെട്ടിട്ടുണ്ട്. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് അദാനി ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു അദാനി പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അദാനി റേറ്റിംഗ് ഒക്കെ കൂട്ടി, ടാർഗറ്റ് പ്രൈസ് കൂട്ടി. അപ്പോൾ ആ ന്യൂസ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ ന്യൂസ് വന്നിരിക്കുന്നത് ഏകദേശം ഈ ന്യൂസ് വന്നിരിക്കേണ്ട ഏകദേശം 4 മണിക്ക് ശേഷമാണ്. അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ
അദാനിയുടെ ഷെയർസിലും ഉണ്ടാവും, അല്ലെങ്കിൽ അദാനി പവറിൻ്റെ ഷെയർസിൽ പ്രത്യേകിച്ചും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത് അദാനി പവറിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അദാനി പവറിൻ്റെ ചാർട്ടിലേക്ക് നേരെ പോയി നോക്കാം, എന്താണ് അദാനി പവറിൻ്റെ ചാർട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് അദാനി പവറിൻ്റെ ഒരു ചാർട്ട്. നമുക്കിവിടെ ചാർട്ടിൽ ഇത് ഇൻട്രാഡേ ചാർട്ടാണ് അദാനി പവറിൻ്റെ. നമുക്ക് ഈ ചാർട്ടിൽ വ്യക്തമായിട്ട് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. അതായത് 590 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് സോണാണ് കേട്ടോ. ഹ്യൂജ് റെസിസ്റ്റൻസ് ആണ്. ഏകദേശം 4 മാസത്തോളമായിട്ട് ആ റെസിസ്റ്റൻസ് സോണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇത് 590 ഈ റെസിസ്റ്റൻസ് സോൺ. അപ്പോൾ 590 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചാൽ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണിത്. ഇങ്ങനത്തെ ഒരു ഫോർമേഷനെ പറയുന്ന പേരാണ് അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ. ഉണ്ട് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തു, ആ റെസിസ്റ്റൻസ് വരെ എത്തിക്കാറാൻ പറ്റില്ല. പിന്നെ ലോ ക്രിയേറ്റ് ചെയ്തു, ആ ലോ പ്രീവിയസ് ലോ വരെ മുകളിലായിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് കണ്ട. ഇവിടെയൊക്കെ ഹയർ ലോഡ്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഈ ലോ ആയിരിക്കും മുകളിലാണ്, ഇവിടെ ഒരു ലോ കണ്ട. അപ്പോൾ മേ ബി ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, അതായത് 590 മുകളിൽ ഒരു ക്ലോസിങ് സംഭവിക്കുകയാണെങ്കിൽ അദാനി പവർ നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും ന്യൂസുകൾ അദാനിനെ കുറിച്ചുള്ള ന്യൂസ് നമ്മൾ കണ്ടു. അതുകൂടാതെ അദാനി പവറിൻ്റെ, അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ളതിനെ 5 ഫേമിനെ ഗവൺമെൻറ് പവർ സെക്ടർ മേഖലകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് അദാനി പവറിനും ഗുണകരമായിട്ട് മാറും. അതുകൂടാതെ നമ്മൾ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 590 റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഒരു അപ്സൈഡിലേക്ക് കുതിക്കാനായിട്ട് സാധ്യത. അപ്പോൾ അപ്സൈഡിലേക്ക് കുതിക്കും, അഥവാ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് കാണേണ്ടത്. നമ്മൾ ന്യൂസൊക്കെ വന്ന് ശരിയാണ്, പക്ഷേ ഇത് ഷെയർ മാർക്കറ്റാണ്. പെട്ടെന്ന് തിരിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മളൊരു സെക്യൂരിറ്റി പോയിന്റ്, അതായത് നമുക്ക് ഇവിടെ ഒരു ലോസ് പരിമിതപ്പെടുത്താനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഏകദേശം ഈ ലൈനിൻ്റെ അവിടെയാണ്. ഈ ലൈനിന് താഴെ എപ്പോൾ ക്ലോസ് ചെയ്യണം അവിടെ വെച്ചിട്ട് ഇത് വിറ്റുമാറുക എന്നതാണ് ഇതിലൊരു അഭികാമ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അസെൻഡിങ് ട്രയാങ്കിളിൽ അങ്ങനെയാണ് വരുന്നത് സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടുന്നത്. അപ്പോൾ ഇതിന് താഴെ എപ്പോൾ ക്ലോസ് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് നമ്മൾ ഉള്ള നഷ്ടം സഹിച്ചിട്ട് വിറ്റുമാറുക എന്നതാണ് അഭികാമ്യമുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചാർട്ടിൽ നോക്കുമ്പോൾ അദാനി പവറിൻ്റെ ചാർട്ട് വ്യൂ ഇത്രയാണ് കാണുന്നത്. അതായത് റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, കുറേ പ്രാവശ്യം അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ ഉണ്ടായി, ഇവിടെയൊക്കെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അതുകൂടാതെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ വന്നിട്ട്, അപ്പോൾ ഇതിന് മുകളിലിടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയും ഈ ലൈൻ അസെൻഡിങ് ട്രയാങ്കിളിലെ ഈ താഴത്തുള്ള ലൈന് താഴെ ഇടെങ്കിൽ സ്റ്റോപ്പ് ലോസും ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഒരു SL നമുക്ക് പരിഗണിക്കാവുന്ന റേഞ്ച്. ഇനി നമുക്ക് ഒരു വീക്കിലി ചാർട്ടിലേക്ക് പോയാൽ അത് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ട് വ്യൂയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാൻഡിൻ്റെ അകത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തത്. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടായത്. ഇവിടെ കണ്ട, ഇവിടെ ഈ റെസിസ്റ്റൻസ് കയറി പോയിട്ട് ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് വീക്കിലി ചാർട്ട് നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് വസ്തുതകൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അവിടെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കുക എന്നതാണ് അഭികാമ്യം ഉള്ള കാര്യം. അപ്പോൾ ഇത്രയുമാണ് അദാനി പവറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. കാരണം ഒരു ന്യൂസ് വന്ന് അപ്പോൾ ചാർട്ട് നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി ചാർട്ട്, അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ചാർട്ടിൽ ന്യൂസ് എങ്ങനെ വരുമ്പോൾ ചാർട്ടും ന്യൂസും കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.